ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ RSSന്റെ പ്രത്യയശാസ്ത്രങ്ങളെയും പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന ശക്തരായ ചിലരെങ്കിലും പ്രതിപക്ഷത്തുണ്ട് എന്ന് തെളിയിക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പേരിൽ പോലും RSSുമായി സാമ്യമുണ്ടാകരുത് എന്ന കടുത്ത തീരുമാനത്തിലാണ് സോണിയാഗാന്ധി. പാർട്ടിയെ ശക്തിപ്പെടുത്താനായി രാജ്യത്തൊട്ടാകെ പ്രേരകുമാരെ നിയമിക്കുക എന്ന നിർദ്ദേശത്തെ തള്ളിയിരിക്കുകയാണ് സോണിയാഗാന്ധി. താഴെത്തട്ടിലെ പ്രവർത്തകരും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പ്രേരകുമാരെ നിയമിക്കുന്നത്. എന്നാൽ പ്രേരക് എന്ന വാക്കിന് RSSന്റെ പ്രചാരക് എന്ന വാക്കുമായി സാമ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ തീരുമാനത്തെ പോലും സോണിയാഗാന്ധി തള്ളിയിരിക്കുന്നത്. നേരത്തെ ഉപയോഗിച്ചിരുന്ന ട്രെയിനർ കോർഡിനേറ്റർ എന്ന പദം തുടർന്നും ഉപയോഗിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം ട്രെയിനർ കോർഡിനേറ്റർമാരുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തുന്നതിനും വേഗം കൂട്ടുന്നതിനും യോഗം തീരുമാനിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ ഒക്ടോബർ മാസത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടിയെ വളർത്താൻ പ്രേരകുമാരെ നിയമിക്കണം എന്ന ആശയം പാർട്ടി പരിശീലന വിഭാഗത്തിന്റെ ഉത്തരവാദിത്വമുള്ള AICC സെക്രട്ടറി സച്ചിൻ റാവുവാണ് നിർദ്ദേശിച്ചത്. പ്രേരക് എന്ന പദം ഉപയോഗിക്കുന്നതിനെതിരെ യോഗത്തിൽ തന്നെ വിമർശനമുയർന്നിരുന്നു. മുതിർന്ന നേതാവ് മുകുൾ വാസ്നിക്കാണ് വിമർശനം തുടങ്ങിവെച്ചത്. പിന്നീട് മറ്റു നേതാക്കളും ഈ വിമർശനം ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.